ഓരോ സീസൺ IPL കഴിയുമ്പോഴും ടൂർണമെന്റിൽ നിന്നും കഴിവ് തെളിയിച്ച് ഒന്നിൽ കൂടുതൽ യുവതാരങ്ങൾ പലരുടെയും ശ്രദ്ധയാർജിക്കുന്നത് സാധാരണയായി കാണാറുള്ള ഒരു കാഴ്ചയാണ്. നല്ലൊരു സ്കൗട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ടീമും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ റിസൾട്ട് കൂടിയാണിത്. എന്നാൽ ചിലപ്പോഴൊക്കെ ചില താരങ്ങളെ ടീമുകളെടുക്കുമ്പോൾ ആ ഒരു സെലക്ഷൻ എന്തിനാണ് എന്ന് ആരാധകർ പോലും ചിന്തിക്കാറുണ്ട്. അത്തരത്തിൽ IPLൽ പൊളിറ്റിക്സ് വഴിയോ മറ്റോ ഡിസർവിംഗ് അല്ലാതെ ഒരു IPL കോൺട്രാക്ട് കിട്ടിയ ചില താരങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 ആകാശ് ചോപ്ര. നിലവിലെ ക്രിക്കറ്റ് കമന്റേറ്ററായ ആകാശ് ചോപ്ര IPL കോൺട്രാക്ട് ലഭിച്ചിട്ടുള്ള ഒരു താരമാണ്. 2003-2004 കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി 10 ടെസ്റ്റ് കളിച്ചിട്ടുള്ള ചോപ്ര ഒരു ഏകദിനത്തിൽ പോലും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. 2004 അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ച താരത്തെ തേടി 2008 KKRന്റെ കോൺട്രാക്ട് എത്തിയിരുന്നു. കളിച്ച 6 IPL മത്സരത്തിൽ 8 ആവറേജിൽ 53 റൺസായിരുന്നു ചോപ്രയുടെ IPL പെർഫോമൻസ്. ഫാസ്റ്റായി മൂവ് ചെയ്യുന്ന T20യിൽ സ്ലോ ഇന്നിംഗ്സ് കളിക്കുന്നതിന്റെ പേരിൽ തൊട്ടടുത്ത വർഷം KKR ചോപ്രയെ ടീമിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പിന്നീട് ഒരിക്കലും ഒരു IPL കോൺട്രാക്ട് ആകാശ് ചോപ്രയെ തേടി എത്തിയില്ല. നമ്പർ 2 തേജസ്വി യാദവ്. ഈ പ്ലെയറെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയില്ലെങ്കിലും ഈ പ്ലെയറുടെ അച്ഛന്റെ പേര് ചിലപ്പോൾ നിങ്ങൾ അറിയും. മുൻ ബീഹാർ മുഖ്യമന്ത്രി ലല്ലു പ്രസാദ് യാദവ്. 2008 IPLൽ വെറും ഒരു രഞ്ജി മത്സരത്തിൽ 17 റൺസ് നേടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തേജസ്വി യാദവിനെ ഡൽഹി ഡെയർ ഡെവിൾസ് ടീമിലെത്തിച്ചത്. ഇത് പ്യുവർലി ഒരു പൊളിറ്റിക്കൽ കോട്ടയാണ് എന്ന് സിമ്പിളായി മനസ്സിലാക്കാനും പറ്റും. ടാലന്റിന് യാതൊരു പഞ്ഞവുമില്ലാത്ത ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു മത്സരത്തിന്റെ പിൻബലത്തിൽ IPL കോൺട്രാക്ട് കിട്ടുന്നത് വിചിത്രം തന്നെയാണ്. തേജസ്വി യാദവിന്റെ ടോട്ടൽ ഡൊമസ്റ്റിക് സ്റ്റാറ്റ്സ് 5 മത്സരത്തിൽ 7 ആവറേജിൽ 37 റൺസും 6 ഇന്നിംഗ്സിൽ 90 ആവറേജിൽ 1 വിക്കറ്റുമാണ്. സർപ്രൈസിംഗ്ലി 2008, 2009, 2011, 2012 തുടങ്ങിയ 4 സീസണിൽ തേജസ്വി ഡൽഹി ടീമിന്റെ ഭാഗവുമായിരുന്നു. നമ്പർ 3 അർജുൻ തെണ്ടുൽക്കർ. 2021 ലെജൻഡറി താരം സച്ചിന്റെ മകന് മുംബൈ ഒരു IPL കോൺട്രാക്ട് കൊടുക്കുന്നത്. ഇത് സച്ചിനോടുള്ള റെസ്പെക്റ്റിന്റെ പുറത്താണ് എന്ന് ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. തുടർന്ന് 2023 അർജുൻ IPL ഡെബ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടിയത്. ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ അവസാന ഓവറിൽ 20 റൺസ് ഡിഫൻഡ് ചെയ്ത അർജുൻ എല്ലാവരും വാനോളം പുകഴ്ത്തിയിരുന്നു. എന്നാൽ പിന്നെ പഞ്ചാബിനെതിരെ നടന്ന മത്സരത്തിൽ ഒരു ഓവറിൽ 31 റൺസ് വഴങ്ങി MI ടീമിന്റെ ചരിത്രത്തിലെ തന്നെ സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ഓവർ എറിഞ്ഞ അർജുനെ അവർ പിന്നെ ഇറക്കിയിട്ടില്ല. ഈ വർഷത്തെ ലേലത്തിൽ ആദ്യ റൗണ്ടിൽ അൺസോൾഡ് ആയി പോയ അർജുനെ പിന്നെയും മുംബൈ തന്നെ ഈ വർഷവും ടീമിലെടുത്തിട്ടുണ്ട്.